ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. അന്തരീക്ഷമില്ലെങ്കിൽ ആകാശത്തിൻ്റെ നിറം എന്തായിരിക്കും? കറുപ്പ്. അന്തരീക്ഷമില്ലെങ്കിൽ ആകാശത്തിൻ്റെ നിറം കറുപ്പ് നിറമായിരിക്കും. ഭൂമിയെ ജീവഗൃഹമായി നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന വാതകങ്ങൾ ഏതൊക്കെയാണ്? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ഭൂമിയെ ജീവഗൃഹമായി നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന വാതകങ്ങൾ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ്? നൈട്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈട്രജനാണ്. അന്തരീക്ഷ വായുവിൽ 78.08% നൈട്രജനാണ്. രണ്ടാം സ്ഥാനം ഓക്സിജനാണ്. എവറസ്റ്റ് കൊടുമുടി കയറുന്ന പർവ്വതാരോഹകർ ഓക്സിജൻ സിലിണ്ടർ ഒപ്പം കരുതുന്നതിന് കാരണം എന്താണ്? ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നതിനാൽ. എവറസ്റ്റ് കൊടുമുടി കയറുന്ന പർവ്വതാരോഹകർ ഓക്സിജൻ സിലിണ്ടർ ഒപ്പം കരുതുന്നതിന് കാരണം ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നതിനാലാണ്. ഭൂമിയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഭൂമിയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ്. അലസവാതകങ്ങൾ ഏതെല്ലാമാണ്? ആർഗൺ, ഹീലിയം, ക്രിപ്റ്റോൺ, നിയോൺ, സിനോൺ. അലസവാതകങ്ങൾ ഏതെല്ലാമാണ്? ആർഗൺ, ഹീലിയം, ക്രിപ്റ്റോൺ, നിയോൺ, സിനോൺ. അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പൊടിപടലങ്ങൾ അറിയപ്പെടുന്നത് എയറോസോളുകൾ എന്നാണ്. അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പൊടിപടലങ്ങൾ അറിയപ്പെടുന്നത് എയറോസോളുകൾ എന്നാണ്. ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ട്രോപ്പോസ്ഫിയർ. ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം ട്രോപ്പോസ്ഫിയറാണ്. ഏകദേശം 13 കിലോമീറ്റർ ഉയരം വരെ ട്രോപ്പോസ്ഫിയറാണ്. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ട്രോപ്പോസ്ഫിയർ. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം ട്രോപ്പോസ്ഫിയറാണ്. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന നാം അധിവസിക്കുന്ന ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന നാം അധിവസിക്കുന്ന ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയറാണ്. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ട്രോപ്പോസ്ഫിയറാണ്. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന മണ്ഡലം ട്രോപ്പോസ്ഫിയറാണ്. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന മേഖലയാണ് ട്രോപ്പോപോസ്. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന മേഖലയാണ് ട്രോപ്പോപോസ്. ധ്രുവീയ സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘപടലങ്ങളാണ് നാക്രിയസ്. ധ്രുവീയ സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘപടലങ്ങളാണ് നാക്രിയസ്. സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും വേർതിരിക്കുന്നത് സ്ട്രാറ്റോപോസാണ്. സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും വേർതിരിക്കുന്നത് സ്ട്രാറ്റോപോസാണ്. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം സ്ട്രാറ്റോസ്ഫിയറാണ്. അൾട്രാ വയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്ത് ഭൂമിയിൽ എത്താതെ നിയന്ത്രിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഓസോൺ പാളി. അൾട്രാ വയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്ത് ഭൂമിയിൽ എത്താതെ നിയന്ത്രിക്കുന്ന അന്തരീക്ഷ പാളി ഓസോൺ പാളിയാണ്. ഓസോൺ കണ്ടുപിടിച്ചത് CF ഷോൺബെയിൻ ആണ്. ഓസോൺ കണ്ടുപിടിച്ച ആരാണ്? CF ഷോൺബെയിൻ. ഓസോൺ പാളി കണ്ടെത്തിയത് ആരാണ്? ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂസണും. ഓസോൺ പാളി കണ്ടെത്തിയവർ ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂസണുമാണ്. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെക്കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകിയത് GMB ഡോബ്സൺ ആണ്. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെക്കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകിയത് ആരാണ്? GMB ഡോബ്സൺ. ഓസോണിൻ്റെ നിറം എന്താണ്? ഇളം നീല. ഓസോണിൻ്റെ നിറം ഇളം നീലയാണ്. ഓസോണിൻ്റെ തന്മാത്രാവാക്യം O3 ആണ്. ഓസോണിൻ്റെ തന്മാത്രാവാക്യം എന്താണ്? O3. ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങളാണ് നാക്രിയസ് മേഘങ്ങൾ. ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങളാണ് നാക്രിയസ് മേഘങ്ങൾ.
ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് എന്താണ്? ഡോപ്സൺ യൂണിറ്റ്. ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഡോപ്സൺ യൂണിറ്റാണ്. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ അറിയപ്പെടുന്നത് ഓസോൺ സുഷിരം എന്നാണ്. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ അറിയപ്പെടുന്നത് ഓസോൺ സുഷിരം എന്നാണ്. ഓസോൺ പാളി തകരാൻ കാരണമാകുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ, കാർബൺ മോണോക്സൈഡ്. ഓസോൺ പാളി തകരാൻ കാരണമാകുന്ന പ്രധാന ഘടകങ്ങൾ ക്ലോറോ ഫ്ലൂറോ കാർബണും കാർബൺ മോണോക്സൈഡുമാണ്. ഓസോൺ സംരക്ഷണ ഉടമ്പടിയായ മോൺട്രിയൽ പ്രോട്ടോക്കോൾ അംഗീകരിച്ച വർഷം ഏതാണ്? 1987 സെപ്റ്റംബർ 16. ഓസോൺ സംരക്ഷണ ഉടമ്പടിയായ മോൺട്രിയൽ പ്രോട്ടോക്കോൾ അംഗീകരിച്ചത് 1987 സെപ്റ്റംബർ 16-നും മോൺട്രിയൽ പ്രോട്ടോക്കോൾ നിലവിൽ വന്നത് 1989 ജനുവരി 1-നുമാണ്. മോൺട്രിയൽ പ്രോട്ടോക്കോൾ നിലവിൽ വന്നതെന്നാണ് 1989 ജനുവരി 1. ലോക ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16. ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16 പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം ഏതാണ്? തുളസി. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം തുളസിയാണ്. അൾട്രാ വയലറ്റ് കിരണങ്ങൾ അധികമായി ഏറ്റാൽ ശോഷണം സംഭവിക്കുന്ന കാർഷിക വിള ഏതാണ്? നെല്ല്. അൾട്രാ വയലറ്റ് കിരണങ്ങൾ അധികമായി ഏറ്റാൽ ശോഷണം സംഭവിക്കുന്ന കാർഷിക വിള നെല്ലാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലം ഏതാണ്? മിസോസ്ഫിയർ. അന്തരീക്ഷത്തിൽ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലം മിസോസ്ഫിയറാണ്. ഉയർന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലം ഏതാണ്? തെർമോസ്ഫിയറുമാണ്. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? മിസോസ്ഫിയർ. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി മിസോസ്ഫിയറാണ്. ഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ മണ്ഡലം ഏതാണ്? തെർമോസ്ഫിയർ. ഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ മണ്ഡലം തെർമോസ്ഫിയറാണ്. റേഡിയോ തരംഗങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? അയണോസ്ഫിയർ. റേഡിയോ തരംഗങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം അയണോസ്ഫിയറാണ്. വാർത്താവിനിമയ കൃത്രിമ ഉപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? അയണോസ്ഫിയർ. വാർത്താവിനിമയ കൃത്രിമ ഉപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം അയണോസ്ഫിയറാണ്. ശിലകളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് പെട്രോളജി. ശിലകളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? പെട്രോളജി. പ്രാഥമിക ശില, പിതൃശില, അടിസ്ഥാന ശില, ശിലകളുടെ മാതാവ്, അഗ്നിപർവ്വതജന്യ ശിലകൾ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആഗ്നേയശിലകളാണ്. പ്രാഥമിക ശില, പിതൃശില, അടിസ്ഥാന ശില, ശിലകളുടെ മാതാവ്, അഗ്നിപർവ്വതജന്യ ശിലകൾ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആഗ്നേയശിലകളാണ്. ആഗ്നേയശിലകൾക്ക് ഉദാഹരണങ്ങളാണ് ബസാൾട്ട്, ഗ്രാനൈറ്റ്, ഡോളമൈറ്റ് എന്നിവ. ആഗ്നേയശിലകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ബസാൾട്ട്, ഗ്രാനൈറ്റ്, ഡോളമൈറ്റ്, പെഗ്മറ്റൈറ്റ്, ബാത്തോലിത്തിക്സ് എന്നിവയാണ്. ബാഹ്യജാത ശിലകൾക്ക് ഉദാഹരണമാണ് ബസാൾട്ട്. ബാഹ്യജാത ശിലകൾക്ക് ഉദാഹരണമാണ് ബസാൾട്ട്. ഇന്ത്യയിൽ ബസാൾട്ട് കാണപ്പെടുന്ന മേഖലകൾ ഏതൊക്കെയാണ്? ഡെക്കാൻ ട്രാപ്പ് മേഖല, രാജ്മഹൽ കുന്നുകൾ. ഇന്ത്യയിൽ ബസാൾട്ട് കാണപ്പെടുന്ന മേഖലകൾ ഡെക്കാൻ ട്രാപ്പ് മേഖലയും രാജ്മഹൽ കുന്നുകളുമാണ്. പെട്രോളിയം, കൽക്കരി എന്നിവ കാണപ്പെടുന്ന ശിലകളാണ് അവസാദ ശിലകൾ. പെട്രോളിയം, കൽക്കരി എന്നിവ കാണപ്പെടുന്ന ശിലകളാണ് അവസാദ ശിലകൾ. ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം. ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവ. ശിലാതൈലം എന്നറിയപ്പെടുന്നത് എന്താണ്? പെട്രോളിയമാണ്. ശിലാതൈലം എന്നറിയപ്പെടുന്നത് പെട്രോളിയമാണ്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതാണ്? അവസാദ ശിലകൾ. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ അവസാദ ശിലകളാണ്. ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകൾ ഏതാണ്? അവസാദ ശിലകൾ. ഫോസിലുകൾ ഇല്ലാത്ത ശിലകൾ ആഗ്നേയ ശിലകളുമാണ്. ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകൾ അവസാദ ശിലകളും ഫോസിലുകൾ ഇല്ലാത്ത ശിലകൾ ആഗ്നേയ ശിലകളുമാണ്. ഫോസിലുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പാലിയൻറ്റോളജി എന്നാണ്. ഫോസിലുകളെക്കുറിച്ചുള്ള പഠനമാണ് പാലിയൻറ്റോളജി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതാണ്? കായാന്തരിത ശിലകൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ കായാന്തരിത ശിലകളാണ്. രാസപ്രക്രിയ മൂലം രൂപം കൊള്ളുന്ന ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് ജിപ്സവും കല്ലുപ്പും.
രാസപ്രക്രിയ മൂലം രൂപം കൊള്ളുന്ന ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് ജിപ്സം, കല്ലുപ്പ് എന്നിവ. മാർബിൾ എന്ത് ശിലയ്ക്ക് ഉദാഹരണമാണ്? കായാന്തരിത ശില. മാർബിൾ കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമാണ്. ജൈവ വസ്തുക്കളിൽ നിന്നും രൂപം കൊള്ളുന്ന ശിലകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? കൽക്കരി, ചോക്ക്, ചുണ്ണാമ്പുകല്ല്. ജൈവ വസ്തുക്കളിൽ നിന്നും രൂപം കൊള്ളുന്ന ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് കൽക്കരി, ചോക്ക്, ചുണ്ണാമ്പുകല്ല് എന്നിവ. ബസാൾട്ടിൻ്റെ അപക്ഷയം മൂലം ഉണ്ടാകുന്ന മണ്ണ് ഏതാണ്? കറുത്ത പരുത്തി മണ്ണ് അഥവാ റിഗർ. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത പരുത്തി മണ്ണ് അഥവാ റിഗർ. ബസാൾട്ടിൻ്റെ അപക്ഷയം മൂലം ഉണ്ടാകുന്ന മണ്ണാണ് കറുത്ത പരുത്തി മണ്ണ്. ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് അപക്ഷയം. ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് അപക്ഷയം. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് മെർക്കുറിക് ബാരോമീറ്ററും അനറോയിഡ് ബാരോമീറ്ററും. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? മെർക്കുറിക് ബാരോമീറ്ററും അനറോയിഡ് ബാരോമീറ്ററും. ബാരോമീറ്റർ നിരപ്പ് ഉയരുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പ്രസന്നമായ കാലാവസ്ഥയാണ്. ബാരോമീറ്റർ നിരപ്പ് ഉയർന്നു നിൽക്കുന്നത് പ്രസന്നമായ കാലാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ബാരോമീറ്ററിൻ്റെ നിരപ്പ് പെട്ടെന്ന് താഴുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? കൊടുങ്കാറ്റിനെ. ബാരോമീറ്ററിൻ്റെ നിരപ്പ് പെട്ടെന്ന് താഴുന്നത് കൊടുങ്കാറ്റിനെ സൂചിപ്പിക്കുന്നു. തുല്യ അന്തരീക്ഷമർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് ഐസോബാർ. തുല്യ അന്തരീക്ഷമർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് ഐസോബാർ. കാറ്റിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് അനിമോളജി എന്ന പേരിലാണ്. കാറ്റിനെക്കുറിച്ചുള്ള പഠനമാണ് അനിമോളജി. കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം ഏതാണ്? അനിമോമീറ്റർ. കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. കോറിയോലിസ് പ്രഭാവത്തിൻ്റെ സ്വാധീനത്താൽ കാറ്റുകൾക്കുണ്ടാകുന്ന ദിശാവ്യതിയാനത്തെ അടിസ്ഥാനമാക്കി ആവിഷ്കരിച്ച നിയമം ഏതാണ്? ഫെറൽ നിയമം. കോറിയോലിസ് പ്രഭാവത്തിൻ്റെ സ്വാധീനത്താൽ കാറ്റുകൾക്കുണ്ടാകുന്ന ദിശാവ്യതിയാനത്തെ അടിസ്ഥാനമാക്കി ആവിഷ്കരിച്ച നിയമമാണ് ഫെറൽ നിയമം. 40,000 അടി ഉയരത്തിൽ 20 ഡിഗ്രി 30 ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിലൂടെ വീശിയടിക്കുന്ന ജിയോസ്ട്രോപിക് വാതമാണ് ജെറ്റ് സ്ട്രീം. 40,000 അടി ഉയരത്തിൽ 20 ഡിഗ്രി 30 ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിലൂടെ വീശിയടിക്കുന്ന ജിയോസ്ട്രോപിക് വാതമാണ് ജെറ്റ് സ്ട്രീം. ഭൂമധ്യരേഖയ്ക്ക് ഇരുവശവും 30 ഡിഗ്രി ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് വാണിജ്യവാതങ്ങൾ. ഭൂമധ്യരേഖയ്ക്ക് ഇരുവശവും 30 ഡിഗ്രി ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് വാണിജ്യവാതങ്ങൾ. ദക്ഷിണാർദ്ധഗോളത്തിൽ 35 ഡിഗ്രിക്കും 45 ഡിഗ്രിക്കും ഇടയിലെ അക്ഷാംശങ്ങൾക്കിടയിൽ വീശുന്ന പശ്ചിമവാതങ്ങളാണ് അലറുന്ന 40കൾ. ദക്ഷിണാർദ്ധഗോളത്തിൽ 35 ഡിഗ്രിക്കും 45 ഡിഗ്രിക്കും ഇടയിലെ അക്ഷാംശങ്ങൾക്കിടയിൽ വീശുന്ന പശ്ചിമവാതങ്ങളാണ് അലറുന്ന 40കൾ. ദക്ഷിണാർദ്ധഗോളത്തിൽ 45 ഡിഗ്രിക്കും 55 ഡിഗ്രിക്കും ഇടയിലെ അക്ഷാംശങ്ങൾക്കിടയിൽ വീശുന്ന പശ്ചിമവാതങ്ങളാണ് കഠോരമായ 40കൾ. ദക്ഷിണാർദ്ധഗോളത്തിൽ 45 ഡിഗ്രിക്കും 55 ഡിഗ്രിക്കും ഇടയിലെ അക്ഷാംശങ്ങൾക്കിടയിൽ വീശുന്ന പശ്ചിമവാതങ്ങളാണ് കഠോരമായ 40കൾ. ദക്ഷിണാർദ്ധഗോളത്തിൽ 55 ഡിഗ്രിക്കും 65 ഡിഗ്രിക്കും ഇടയിലെ അക്ഷാംശങ്ങൾക്കിടയിൽ വീശുന്ന പശ്ചിമവാതങ്ങളാണ് അലമുറയിടുന്ന 40കൾ. ദക്ഷിണാർദ്ധഗോളത്തിൽ 55 ഡിഗ്രിക്കും 65 ഡിഗ്രിക്കും ഇടയിലെ അക്ഷാംശങ്ങൾക്കിടയിൽ വീശുന്ന പശ്ചിമവാതങ്ങളാണ് അലമുറയിടുന്ന 40കൾ. മൺസൂൺ എന്ന പദം ഏത് വാക്കിൽ നിന്നും ഉണ്ടായതാണ്? ഋതുക്കൾ എന്ന അർത്ഥം വരുന്ന മൗസിം എന്ന അറബി പദത്തിൽ നിന്നും. മൺസൂൺ എന്ന പദം ഋതുക്കൾ എന്ന അർത്ഥം വരുന്ന മൗസിം എന്ന അറബി പദത്തിൽ നിന്നും ഉണ്ടായതാണ്. പകൽ സമയം കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റാണ് കടൽക്കാറ്റ്. പകൽ സമയം കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റാണ് കടൽക്കാറ്റ്. രാത്രി സമയം കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റാണ് കരക്കാറ്റ്. രാത്രി സമയം കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റാണ് കരക്കാറ്റ്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന കാറ്റുകളാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന കാറ്റുകളാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ. ടൊർണാഡോ മൂലം
ഏറ്റവും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന രാജ്യം അമേരിക്കയാണ്. ടൊർണാഡോ മൂലം ഏറ്റവും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന രാജ്യം അമേരിക്കയാണ്. ചോർപ്പിൻ്റെ ആകൃതിയിൽ മേഘരൂപത്തിൽ കാണപ്പെടുന്ന ചക്രവാതമാണ് ടൊർണാഡോ. ചോർപ്പിൻ്റെ ആകൃതിയിൽ മേഘരൂപത്തിൽ കാണപ്പെടുന്ന ചക്രവാതമാണ് ടൊർണാഡോ. യൂറോപ്പിലെ ആൽപ്സ് പർവ്വതത്തിൻ്റെ വടക്കേ ചെരുവിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഫോൻ. യൂറോപ്പിലെ ആൽപ്സ് പർവ്വതത്തിൻ്റെ വടക്കേ ചെരുവിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഫോൻ. മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായിക്കുന്ന പ്രാദേശികവാദം ഏതാണ്? ഫോൻ. മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായിക്കുന്ന പ്രാദേശികവാദം ഫൊന്നാണ്. മഞ്ഞുതീനി എന്ന് വിളിക്കപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? ചിനൂക്ക്. മഞ്ഞുതീനി എന്ന് വിളിക്കപ്പെടുന്ന പ്രാദേശികവാദം ചിനൂക്കാണ്. വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതങ്ങളിലെ കിഴക്കൻ ചെരുവിലൂടെ താഴേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതത്തിൻ്റെ കിഴക്കൻ ചെരുവിലൂടെ താഴേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. ഡോക്ടർ എന്ന് അറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? ഹർമാട്ടൻ. ഡോക്ടർ എന്ന് അറിയപ്പെടുന്ന പ്രാദേശികവാദം ഹർമാട്ടനാണ്. റോൺ താഴ്വരയെ ചുറ്റി കടന്നുപോകുന്ന പ്രാദേശികവാദം ഏതാണ്? മിസ്ട്രൽ. റോൺ താഴ്വരയെ ചുറ്റി കടന്നുപോകുന്ന പ്രാദേശികവാദം മിസ്ട്രലാണ്. സൂര്യതാപം ഭൂമിയിലെത്തുന്ന രീതി ഏതാണ്? വികിരണം. സൂര്യതാപം ഭൂമിയിലെത്തുന്ന രീതി വികിരണമാണ്. സൂര്യരശ്മികളുടെ തീവ്രത ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന സമയം ഉച്ചയ്ക്ക് 12 മണിയാണ്. സൂര്യരശ്മികളുടെ തീവ്രത ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന സമയം ഉച്ചയ്ക്ക് 12 മണിയാണ്. അന്തരീക്ഷത്തിലെ ചൂട് ഏറ്റവും ഉയർന്ന നിലയിലെത്തുന്ന സമയം ഉച്ചയ്ക്ക് ശേഷം 2 മണിയാണ്. അന്തരീക്ഷത്തിലെ ചൂട് ഏറ്റവും ഉയർന്ന നിലയിലെത്തുന്ന സമയം ഉച്ചയ്ക്ക് ശേഷം 2 മണിയാണ്. കേരളത്തിൽ സ്മോഗ് ഉണ്ടാകുന്ന പട്ടണം ആലുവയാണ്. കേരളത്തിൽ സ്മോഗ് ഉണ്ടാകുന്ന പട്ടണം ഏതാണ്? ആലുവ. മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ. മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ ആണ്. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരത്തിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരത്തിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. ചെമ്മരിയാടിൻ്റെ രോമക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് കുമുലസ് മേഘങ്ങൾ. ചെമ്മരിയാടിൻ്റെ രോമക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് കുമുലസ് മേഘങ്ങൾ. ഇടിമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് നിംബസ് മേഘങ്ങളാണ്. ഇടിമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് നിംബസ് മേഘങ്ങളാണ്. മഴയെക്കുറിച്ചുള്ള പഠനമാണ് ഓംബ്രോളജി. മഴയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓംബ്രോളജി എന്നാണ്. ഉച്ചലിത വൃഷ്ടി എന്നറിയപ്പെടുന്നത് സംവഹന വൃഷ്ടിയാണ്. ഉച്ചലിത വൃഷ്ടി എന്നറിയപ്പെടുന്നത് സംവഹന വൃഷ്ടിയാണ്. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനം സൂര്യസമീപ ദിനമാണ്. അത് ജനുവരി 3 ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനം ഏതാണ്? സൂര്യസമീപ ദിനം. അത് ജനുവരി 3 ഭൂമി സൂര്യനിൽ നിന്ന് ഏറ്റവും അകന്നു പോകുന്ന ദിനമാണ് സൂര്യവിദൂര ദിനം അഥവാ സൂര്യോച്ചം. അതെന്നാണ്? ജൂലൈ 4 ഭൂമി സൂര്യനിൽ നിന്ന് ഏറ്റവും അകന്നു പോകുന്നത് ജൂലൈ 4 ഈ ദിനം അറിയപ്പെടുന്നത് സൂര്യവിദൂര ദിനം അല്ലെങ്കിൽ സൂര്യോച്ചം എന്നാണ്. ഭൂമിയിൽ അനുഭവപ്പെടുന്ന സമരാത്ര ദിനങ്ങളുടെ എണ്ണം എത്രയാണ്? 2. അവ ഏതൊക്കെയാണ്? മാർച്ച് 21 സെപ്റ്റംബർ 23. ഭൂമിയിൽ അനുഭവപ്പെടുന്ന സമരാത്ര ദിനങ്ങളുടെ എണ്ണം 2 അവ മാർച്ച് 21 സെപ്റ്റംബർ 23 ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ സൂര്യൻ വരുന്ന ദിവസങ്ങൾ ഏതെല്ലാമാണ്? മാർച്ച് 21 സെപ്റ്റംബർ 23. ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ സൂര്യൻ വരുന്ന ദിവസങ്ങൾ മാർച്ച് 21 സെപ്റ്റംബർ 23 2 വിഷുവങ്ങൾക്കിടയിൽ ഉള്ള സമയവ്യത്യാസം എത്രയാണ്? 6 മാസം. 2 വിഷുവങ്ങൾക്കിടയിലുള്ള സമയവ്യത്യാസം 6 മാസമാണ്. ഉത്തരാർദ്ധഗോളത്തിൽ ദൈർഘ്യമേറിയ പകലും ദക്ഷിണാർദ്ധഗോളത്തിൽ ദൈർഘ്യം കുറഞ്ഞ പകലും അനുഭവപ്പെടുന്ന ദിവസം ഏതാണ്? ജൂൺ 21. ഉത്തരാർദ്ധഗോളത്തിൽ ദൈർഘ്യമേറിയ പകലും ദക്ഷിണാർദ്ധഗോളത്തിൽ ദൈർഘ്യം കുറഞ്ഞ പകലും അനുഭവപ്പെടുന്ന ദിവസം ജൂൺ 21. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്ന ദിവസം ഏതായിരിക്കും? ജൂൺ 21. കാരണം നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർദ്ധഗോളത്തിലാണ്. ഉത്തരാർദ്ധഗോളത്തിൽ ദൈർഘ്യമേറിയ രാത്രിയും ദക്ഷിണാർദ്ധഗോളത്തിൽ ദൈർഘ്യം കുറഞ്ഞ രാത്രിയും അനുഭവപ്പെടുന്ന ദിവസം ഏതാണ്? ഡിസംബർ 22. ഉത്തരാർദ്ധഗോളത്തിൽ
ദൈർഘ്യമേറിയ രാത്രിയും ദക്ഷിണാർദ്ധഗോളത്തിൽ ദൈർഘ്യം കുറഞ്ഞ രാത്രിയും അനുഭവപ്പെടുന്ന ദിവസം ഡിസംബർ 22 ഒരു വർഷത്തിലെ ഞാറ്റുവേലകളുടെ എണ്ണം എത്രയാണ്? 27. ഒരു വർഷത്തിലെ ഞാറ്റുവേലകളുടെ എണ്ണം 27. 0 ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്നത് ഗ്രീനിച്ച് രേഖ അല്ലെങ്കിൽ പ്രൈം മെറീഡിയൻ എന്ന പേരുകളിലാണ്. 0 ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്ന പേരുകളാണ് ഗ്രീനിച്ച് രേഖ അല്ലെങ്കിൽ പ്രൈം മെറീഡിയൻ. 0 ഡിഗ്രി അക്ഷാംശ രേഖ അറിയപ്പെടുന്നത് ഭൂമധ്യരേഖ എന്നാണ്. 0 ഡിഗ്രി അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. ഏറ്റവും കൂടുതൽ സമയമേഖലകളുള്ള രാജ്യം ഏതാണ്? ഫ്രാൻസ്. ഫ്രാൻസിൽ 12 സമയമേഖലകളാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ സമയമേഖലകളുള്ള രാജ്യം ഫ്രാൻസ് ആണ്. ഭൂമിയുടെ കോണളവ് എത്രയാണ്? 360 ഡിഗ്രി. ഭൂമിയുടെ കോണളവ് 360 ഡിഗ്രിയാണ്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നറിയപ്പെടുന്നത് 180 ഡിഗ്രി രേഖാംശ രേഖയാണ്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നറിയപ്പെടുന്നത് 180 ഡിഗ്രി രേഖാംശ രേഖയാണ്. അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ പ്രധാന ഉറവിടം വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ്. അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ പ്രധാന ഉറവിടം വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ്. പ്രധാന ഹരിതഗൃഹ വാതകങ്ങൾ ഏതെല്ലാമാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, ഓസോൺ എന്നിവയാണ്. പ്രധാന ഹരിതഗൃഹ വാതകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, ഓസോൺ എന്നിവയാണ്. ഹരിതഗൃഹ പ്രഭാവത്തിന് കൂടുതൽ കാരണമാകുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡാണ്. മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓസോൺ പാളിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായൊരു ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്നത് കാർട്ടോഗ്രാഫി എന്നാണ്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രാഫി. ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് ആരാണ്? മെർക്കാറ്റർ. ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് മെർക്കാറ്ററാണ്. 0 ഡിഗ്രി അക്ഷാംശ രേഖ അറിയപ്പെടുന്നത് ഭൂമധ്യരേഖ എന്നാണ്. ഏറ്റവും വലിയ അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. 0 ഡിഗ്രി അക്ഷാംശ രേഖ എന്നറിയപ്പെടുന്നത് ഭൂമധ്യരേഖയാണ്. ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖകൾ. ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖ. അടുത്തടുത്ത 2 അക്ഷാംശങ്ങൾ തമ്മിലുള്ള ദൂരം എത്രയാണ്? 111 കിലോമീറ്റർ. അടുത്തടുത്ത 2 അക്ഷാംശങ്ങൾ തമ്മിലുള്ള ദൂരം 111 കിലോമീറ്ററാണ്. 0 ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്നത് ഗ്രീനിച്ച് രേഖ അല്ലെങ്കിൽ പ്രൈം മെറീഡിയൻ എന്ന പേരിലാണ്. 0 ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്നത് ഗ്രീനിച്ച് രേഖ അല്ലെങ്കിൽ പ്രൈം മെറീഡിയൻ എന്നീ പേരുകളിലാണ്. ഗ്രീനിച്ച് രേഖ കടന്നു പോകുന്ന സ്ഥലം ഏതാണ്? ലണ്ടനിലെ ഗ്രീനിച്ച്. ഗ്രീനിച്ച് രേഖ കടന്നു പോകുന്ന സ്ഥലം ലണ്ടനിലെ ഗ്രീനിച്ചാണ്. ഒരു ഗ്ലോബിൽ നെടുകെ കാണുന്ന രേഖകളാണ് രേഖാംശ രേഖ. ഒരു ഗ്ലോബിൽ നെടുകെ കാണുന്ന രേഖകളാണ് രേഖാംശ രേഖ. ആകെ രേഖാംശ രേഖകളുടെ എണ്ണം 360 എണ്ണമാണ്. ആകെ രേഖാംശ രേഖകളുടെ എണ്ണം 360 ആണ്. ആദ്യമായി ഗ്ലോബ് നിർമ്മിച്ച ഗ്രീക്ക് ശാസ്ത്രജ്ഞൻ ആരാണ്? മാൽത്യൂസ്. ആദ്യമായി ഗ്ലോബ് നിർമ്മിച്ച ഗ്രീക്ക് ശാസ്ത്രജ്ഞൻ മാൽത്യൂസ് ആണ്. ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസി ഏതാണ്? സർവേ ഓഫ് ഇന്ത്യ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്. ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലയുള്ള ഏജൻസി സർവേ ഓഫ് ഇന്ത്യയാണ്. പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങൾ അറിയപ്പെടുന്നത് തീമാറ്റിക് ഭൂപടങ്ങൾ എന്നാണ്. പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളാണ് തീമാറ്റിക് ഭൂപടങ്ങൾ. കൃഷി, വ്യവസായം, രാഷ്ട്രീയ അതിർത്തികൾ മുതലായ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് സാംസ്കാരിക ഭൂപടങ്ങൾ. കൃഷി, വ്യവസായം, രാഷ്ട്രീയ അതിർത്തികൾ മുതലായ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് സാംസ്കാരിക ഭൂപടങ്ങൾ. ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണ്, നൈസർഗിക സസ്യജാലം, ദിനാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ. ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണ്, നൈസർഗിക സസ്യജാലം, ദിനാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ്
ഭൗതിക ഭൂപടങ്ങൾ. പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഭൂപടങ്ങളാണ് കഡസ്ട്രൽ ഭൂപടം. അതിന് ഉദാഹരണങ്ങളാണ് ഗ്രാമ ഭൂപടങ്ങൾ. പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഭൂപടമാണ് കഡസ്ട്രൽ ഭൂപടം. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ അഥവാ ട്രോപ്പോഗ്രാഫിക് മാപ്പുകൾ. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ അഥവാ ടോപ്പോഗ്രാഫിക് മാപ്പുകൾ. ധരാതലീയ ഭൂപടങ്ങളിൽ ചിത്രീകരിക്കാറുള്ള പ്രധാന ഭൗമോപരിതല സവിശേഷതകൾ ഏതൊക്കെയാണ്? ഭൗമോപരിതലത്തിലെ ഉയർച്ച താഴ്ചകൾ, നദികൾ, മറ്റ് ജലാശയങ്ങൾ, വനങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, തരിശ് ഭൂമികൾ, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ. ധരാതലീയ ഭൂപടങ്ങളിൽ ചിത്രീകരിക്കാനുള്ള പ്രധാന ഭൗമോപരിതല സവിശേഷതകളാണ് ഭൗമോപരിതലത്തിലെ ഉയർച്ച താഴ്ചകൾ, നദികൾ, മറ്റ് ജലാശയങ്ങൾ, വനങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, തരിശ് ഭൂമികൾ, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ എന്നിവ. ധരാതലീയ ഭൂപടങ്ങളുടെ ഡിഗ്രി ഷീറ്റുകളുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി എത്രയാണ്? 1 ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തി. ധരാതലീയ ഭൂപടങ്ങളുടെ ഡിഗ്രി ഷീറ്റുകളുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി 1 ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തിയാണ്. ധരാതലീയ ഭൂപടങ്ങളിൽ സമുദ്രങ്ങൾ, നദികൾ, കുളങ്ങൾ, കിണറുകൾ തുടങ്ങിയ ജലാശയങ്ങളെ സൂചിപ്പിക്കുന്ന നിറം നീല നിറമാണ്. ധരാതലീയ ഭൂപടങ്ങളിൽ സമുദ്രങ്ങൾ, നദികൾ, കുളങ്ങൾ, കിണറുകൾ തുടങ്ങിയ ജലാശയങ്ങളെ സൂചിപ്പിക്കുന്ന നിറം നീലയാണ്. ധരാതലീയ ഭൂപടങ്ങളിൽ വനങ്ങൾ, പുൽമേടുകൾ, മരങ്ങളും കുറ്റിച്ചെടികളും ഫലവൃക്ഷത്തോട്ടങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്ന നിറം പച്ചയാണ്. ധരാതലീയ ഭൂപടങ്ങളിൽ വനങ്ങൾ, പുൽമേടുകൾ, മരങ്ങളും കുറ്റിച്ചെടികളും ഫലവൃക്ഷത്തോട്ടങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്ന നിറം പച്ചയാണ്. ധരാതലീയ ഭൂപടങ്ങളിൽ കൃഷിസ്ഥലങ്ങളെ സൂചിപ്പിക്കുന്ന നിറം മഞ്ഞയാണ്. തരിശ് ഭൂമിയെ സൂചിപ്പിക്കുന്ന നിറം വെള്ളയുമാണ്. ധരാതലീയ ഭൂപടങ്ങളിൽ കൃഷിസ്ഥലങ്ങളെ സൂചിപ്പിക്കുന്ന നിറം മഞ്ഞ നിറമാണ്. തരിശ് ഭൂമിയെ സൂചിപ്പിക്കുന്ന നിറം വെള്ളയാണ്. ധരാതലീയ ഭൂപടങ്ങളിൽ പാർപ്പിടങ്ങൾ, റോഡ് പാതകൾ എന്നിവയെ സൂചിപ്പിക്കുന്ന നിറം ചുവപ്പാണ്. ധരാതലീയ ഭൂപടങ്ങളിൽ പാർപ്പിടങ്ങൾ, റോഡ് പാതകൾ എന്നിവയെ സൂചിപ്പിക്കുന്ന നിറം ചുവപ്പാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ. കോണ്ടൂർ രേഖകളുടെ നിറം തവിട്ട് നിറമാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് കോണ്ടൂർ രേഖകൾ. ധരാതലീയ ഭൂപടങ്ങളിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കുന്ന ചുവന്ന രേഖകളാണ് നോർത്തിങ്സ്. ധരാതലീയ ഭൂപടങ്ങളിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കുന്ന ചുവന്ന രേഖകളാണ് നോർത്തിങ്സ്. തുല്യ ഊഷ്മാവ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് സമതാപ രേഖകൾ. തുല്യ ഊഷ്മാവ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് സമതാപ രേഖകൾ. ധരാതലീയ ഭൂപടങ്ങളിൽ സ്ഥാനനിർണയം നടത്താൻ വേണ്ടി വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കുന്ന ചുവന്ന രേഖകളാണ് ഈസ്റ്റിങ്സ്. ധരാതലീയ ഭൂപടങ്ങളിൽ സ്ഥാനനിർണയം നടത്താൻ വേണ്ടി വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കുന്ന ചുവന്ന രേഖകളാണ് ഈസ്റ്റിങ്സ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് ദിനം എന്നാണ് ഓഗസ്റ്റ് 12. വിക്രം സാരാഭായിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 12 നാഷണൽ റിമോട്ട് സെൻസിംഗ് ദിനം. സമുദ്രത്തിൻ്റെ ദൂരം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? നോട്ടിക്കൽ മൈൽ. സമുദ്രത്തിൻ്റെ ദൂരം അളക്കുന്ന യൂണിറ്റ് നോട്ടിക്കൽ മൈലും സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്ന യൂണിറ്റ് ഫാത്തോമാണ്. കപ്പലുകളുടെ വേഗത അളക്കുന്ന യൂണിറ്റ് ഏതാണ്? നോട്ട്. കപ്പലുകളുടെ വേഗത അളക്കുന്ന യൂണിറ്റ് നോട്ടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? പസഫിക് സമുദ്രം. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രമാണ്. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം പസഫിക്കിലെ ചലഞ്ചർ ഗർത്തമാണ്. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം പസഫിക്കിലെ ചലഞ്ചർ ഗർത്തമാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രമാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡി ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ആർട്ടിക് സമുദ്രമാണ്.
ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡി ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ആർട്ടിക് സമുദ്രമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി എത്രയാണ്? 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. പ്രാചീന കാലത്ത് രത്നാകര എന്നറിയപ്പെട്ടിരുന്ന സമുദ്രം ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രം. പ്രാചീന കാലത്ത് രത്നാകര എന്നറിയപ്പെട്ടിരുന്ന സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രമാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ സമുദ്രം ഏതാണ്? ആർട്ടിക് സമുദ്രം. ഏറ്റവും ചെറിയ സമുദ്രം ആർട്ടിക് സമുദ്രമാണ്. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന കടൽ ഏതാണ്? സർഗാസോ കടൽ. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന കടൽ സർഗാസോ കടലാണ്. വിമാനങ്ങളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് ബെർമുഡ ട്രയാങ്കിളാണ്. വിമാനങ്ങളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് ബെർമുഡ ട്രയാങ്കിളാണ്. കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് സർഗാസോ കടലാണ്. കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് സർഗാസോ കടലാണ്. സമുദ്രത്തിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് പവിഴപ്പുറ്റുകളാണ്. സമുദ്രത്തിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് പവിഴപ്പുറ്റുകളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ഗ്രീൻലാൻഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹം ഏതാണ്? ഇന്തോനേഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹം ഇന്തോനേഷ്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉപദ്വീപ് അറേബ്യൻ ഉപദ്വീപാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉപദ്വീപ് ഏതാണ്? അറേബ്യൻ ഉപദ്വീപ്. സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലവണം ഏതാണ്? സോഡിയം ക്ലോറൈഡ്. സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലവണം സോഡിയം ക്ലോറൈഡാണ്. ഇന്ത്യയിൽ സുനാമി ദുരന്തം ഉണ്ടായ വർഷം 2004 2004 ഇന്ത്യയിൽ സുനാമി ദുരന്തം ഉണ്ടായത്. സുനാമി എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നും ഉത്ഭവിച്ചതാണ്? ജാപ്പനീസ് ഭാഷയിൽ നിന്നും. സുനാമി എന്ന വാക്കിൻ്റെ അർത്ഥം തുറമുഖ തിരമാലകൾ എന്നാണ്. ജാപ്പനീസ് ഭാഷയിലുള്ള സുനാമി എന്ന വാക്കിൻ്റെ അർത്ഥം തുറമുഖ തിരമാലകൾ എന്നാണ്. ഇന്ത്യയിലെ ആദ്യ സുനാമി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ അഴീക്കലാണ്. ഇന്ത്യയിലെ ആദ്യ സുനാമി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ അഴീക്കലാണ്. രണ്ട് വേലിയേറ്റങ്ങൾക്കിടയിൽ ഉള്ള സമയവ്യത്യാസം 12 മണിക്കൂർ 25 മിനിറ്റാണ്. രണ്ട് വേലിയേറ്റങ്ങൾക്കിടയിലുള്ള സമയവ്യത്യാസം 12 മണിക്കൂർ 25 മിനിറ്റാണ്. എൽ നിനോ പ്രതിഭാസം കാണപ്പെടുന്ന സമുദ്രതീരം ഏതാണ്? പസഫിക് സമുദ്രം. എൽ നിനോ പ്രതിഭാസം കാണപ്പെടുന്ന സമുദ്രതീരം പസഫിക് സമുദ്രമാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വേലിയേറ്റ തുറമുഖം ഏതാണ്? കാണ്ടില. ഗുജറാത്തിലെ കാണ്ടിലയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വേലിയേറ്റ തുറമുഖം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.